സ്പോർട്സ് ഇന്ത്യ എന്ന കമ്പനിയുടെ ഫൗണ്ടറും സിഇഒയുമായ മിസ്റ്റർ ഭാഗ്യദാസ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ബിസിനസ് മൈൻഡ് സെറ്റ് വെച്ചിട്ടാണോ ഈ ഒരു സ്റ്റഡീസ് തിരഞ്ഞെടുത്തത്? ഇന്ത്യയിലുള്ള ഒരു ചെറിയൊരു റൂറൽ ഏരിയ ആണെങ്കിലും ഗേൾസ് ഹോസ്റ്റലിലാണെങ്കിലും ബോയ്സ് ഹോസ്റ്റലിലാണെങ്കിലും ഞാൻ എത്തിച്ചു കൊടുക്കും. ചെറിയ കൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അതിന്റെ ഫോർമാറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് ഇവിടേക്ക് വന്നത്, തെറ്റായി പോയോ, ഡിസ്കഷൻസിലൂടെ വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ്. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. കാരണം നമ്മൾ വൺ ടൈം ബിസിനസ് അല്ല നോക്കുന്നത്, നമ്മൾ ലോങ് ടേം ബിസിനസ് ആണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ടൈമായി. 2011 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ അടിച്ചല്ലോ. അതിനുശേഷമാണ് നമ്മൾ സ്പോർട്സിൽ വരുന്നത്. ഫുട്ബോളിൽ നല്ല രീതിയിൽ അഡിക്റ്റഡാണ്. ഫുട്ബോൾ ടീമിൽ കയറി നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കളിക്കാൻ പോകും. ഹലോ എവരിവൺ, ദിസ് ഈസ് റുബിയ ദിസ്തി. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ബ്രാൻഡ് യാത്ര. സ്പോർട്സ് ഒരു കളി മാത്രമല്ല അല്ലേ, മനുഷ്യരുടെ ഒരു വികാരം കൂടിയാണല്ലേ. ആ ഒരു വികാരത്തിന്, ആ ഒരു വൈബിന് ഫുള്ളി സപ്പോർട്ടായി നിൽക്കുന്ന ബി സ്പോർട്സ് ഇന്ത്യ എന്ന കമ്പനിയുടെ ഫൗണ്ടറും സിഇഒയുമായ മിസ്റ്റർ ഭാഗ്യദാസ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് സർ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയാണ് സർ പുതിയ വിശേഷങ്ങൾ? പാലക്കാട് നിന്നാണ് ഞാൻ നേരെ വരുന്നത്. പ്ലേസ് പാലക്കാടാണ്. പാലക്കാടിലാണ് പഠിച്ചതും സ്കൂൾ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞത് പാലക്കാടിലാണ്. അതിനുശേഷം കോളേജ് നമ്മൾ കൊല്ലം അമൃത യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഡിഗ്രി കഴിഞ്ഞത്, ആദ്യത്തെ ഡിഗ്രി കഴിഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് പഠിക്കാനായിട്ട് മംഗലാപുരത്തേക്ക് പോയത്. അവിടെ നിന്നാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും തുടക്കം. അതെ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി നമുക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്പോർട്സ് ആയിട്ട് ഭയങ്കരമായിട്ട് താല്പര്യമായിരുന്നു. നമ്മൾ കോളേജ് അതെ നമ്മൾ സ്കൂൾ ക്രിക്കറ്റ് ടീം, കോളേജ് ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ പവർ ലിഫ്റ്റിംഗ് ടീമിലുണ്ടായിരുന്നു. ഫുട്ബോളിലും നമ്മളൊരു ക്യാമ്പുകളിലൊക്കെ ഡെയിലി അറ്റൻഡ് ചെയ്യായിരുന്നു. പിന്നെ അതിനുശേഷം എന്തെങ്കിലും സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്പോർട്സ് ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുക. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇവന്റ്സ് കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റും എന്നുള്ള പഠിക്കുക. അതുപോലെ തന്നെ കൂടിയുള്ള ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക്സും നമുക്ക് അവിടെ പോയി കിട്ടുന്നത് ഉപയോഗിച്ച് അവരെയും കൂടി ഒരു ടീമിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു കമ്പനി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് അങ്ങനെ ബിസിനസ് മൈൻഡ് സെറ്റ് വെച്ചിട്ടാണോ ഈ ഒരു സ്റ്റഡീസ് തിരഞ്ഞെടുത്തത്? ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് താല്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് താല്പര്യം, നമ്മുടെ ഒരു താല്പര്യം, താല്പര്യത്തിലൂടെ ഒരു കരിയർ ഉണ്ടാക്കണം എന്ന് നല്ല ആഗ്രഹമുള്ള ആളായിരുന്നു. അതെ, അങ്ങനെയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ടീച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോ എങ്ങനെയായിരുന്നു? ചലഞ്ചസ് എന്തെങ്കിലും ഉണ്ടായോ, അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടാണ് ഈ ടീച്ചിങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം ഇവന്റ് മാനേജ്മെന്റ് പോകുന്ന സമയത്ത്, കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പോർട്സ് ഇവന്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ അതിൽ പോയത്. ടീച്ചിങ് ഓക്കെ, നമുക്കൊന്നും ആകാൻ പറ്റിയില്ലെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആവാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോയത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കോളേജിൻ്റെ ഒരു ജേർണിയിൽ നമ്മൾ അങ്ങനെ ഇതിലേക്ക് കടന്നു, സ്പോർട്സ് എക്യുപ്മെന്റ് സെയിൽസിലേക്ക് കടന്നു. അങ്ങനെയാണ്. സെയിൽസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ ആൽവസ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പറഞ്ഞ കോളേജിലാണ്, മൂടുബിദ്രി. അവിടെ ഏകദേശം നല്ല സ്പോർട്സിന് സപ്പോർട്ടുള്ള കോളേജാണ്. 2000-ഓളം സ്പോർട്സ് സ്റ്റുഡൻസ് അവിടെ ഉള്ളതാണ്. ഞാൻ പഠിച്ച കോഴ്സിൽ ഏകദേശം ഒരു 200-ഓളം സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ പഠിച്ച അതെല്ലാം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിൽ വരുന്നുള്ളൂ. ഈ കോഴ്സിന് വരുന്നതെല്ലാം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ബോയ്സിന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ട് അന്ന് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഗേൾസിന് കുറച്ച് അറിയാമല്ലോ, മുൻപെല്ലാം കുറച്ച് ഹോസ്റ്റലിലെല്ലാം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുറച്ച് പേര് തന്നെ അവർക്ക് ചിലപ്പോൾ വീക്ക്ലി എന്തെങ്കിലും നെക്സ്റ്റ് ഡേ ട്രെയിനിങ്ങിന് ഉപയോഗിക്കാൻ ആവശ്യമുള്ള എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ ഷൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ നമ്മളത് ലോക്കൽ മൂടുബിദ്രി എന്നുള്ള സ്ഥലത്താണ് ഈ കോളേജ് ഉള്ളത്. അവിടെ എന്ന് പറയുമ്പോൾ ഏകദേശം 1-2 ചെറിയ സ്പോർട്സ് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിൽ പ്രൈസ് നല്ല ഹൈ ആണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് സോഴ്സ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ സ്പോർട്സ് സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രൈസ് കുറച്ച് ഹൈ ആണ് തോന്നി അവർക്ക്. പിന്നെ മാംഗ്ലൂർ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്തൊക്കെ
മാംഗ്ലൂരിലുള്ള സ്പോർട്സ് ഷോപ്പുകളായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു, നമുക്ക് എന്തെങ്കിലും റീസണബിൾ ആയിട്ട് അവർക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അവിടെയുള്ള ഒരു നല്ല വലിയൊരു ഷോപ്പാണ്, നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെയുള്ള ആൾ നമ്മൾ ആദ്യം തന്നെ വിശ്വസിച്ചു, നമ്മൾ സംസാരിച്ചതിലാണോ എന്നറിയില്ല, ആൾക്ക് നമ്മുടെ കയ്യിൽ ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ടാവും. ആൾ വിശ്വസിച്ചു നമുക്ക് ബസ്സിൽ ഇട്ടുതരാം, പക്ഷെ നമ്മൾ പേയ്മെൻറ്റ് പ്രീപെയ്ഡ് ആയിട്ട് തന്നെ കൊടുക്കണം. അപ്പം അങ്ങനെ ആള് നമുക്ക് അവിടുന്ന് ബസ്സിൽ സാധനം 30 കിലോമീറ്റർ ഉണ്ട് മാംഗ്ലൂർ ടു നമ്മുടെ കോളേജ്, അവിടേക്ക് നമുക്ക് ബസ്സിൽ കയറ്റി തരും. നമ്മൾ ബസ്സിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ട് സപ്ലൈ ചെയ്യും. ബസ് സ്റ്റാൻഡും നമ്മുടെ ഹോസ്റ്റലും ഒക്കെ ഏകദേശം നമ്മൾ ചുറ്റി വരുമ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും, 500 to 1 കിലോമീറ്ററിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ട് നടന്നു പോയി നമ്മൾ സോഴ്സ് ചെയ്തുകൊണ്ട് ഹോസ്റ്റലിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഹോസ്റ്റലിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ്, കോളേജ് ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഈ ഹോസ്റ്റലിലേക്കൊക്കെ എങ്ങനെയായിരിക്കും ഇതൊക്കെ എത്തിച്ചു കൊടുക്കല്? അതന്നെ നമ്മുടെ അതിനുശേഷം നമ്മൾ കുറച്ച് ഓർഡറുകളായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാവരും ഓക്കെ എൻ്റെ കയ്യിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യയുടെ കയ്യിൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുക്കും. അവർക്കിപ്പോൾ വൈകുന്നേരത്തെ ട്രെയിനിങ്ങിനാണെന്ന് വേണ്ടത് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഉച്ചയ്ക്ക് ഇടാൻ പറഞ്ഞ് ഞാൻ ലഞ്ചൊന്നും കഴിക്കാണ്ട് ഞാൻ പോയി കളക്ട് ചെയ്ത് ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും ഗേൾസ് ഹോസ്റ്റലിലാണെങ്കിലും ബോയ്സ് ഹോസ്റ്റലിലാണെങ്കിലും ഞാൻ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗിലുള്ള ട്രെയിനിങ്ങിനാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഗേൾസ് ഹോസ്റ്റലിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ 2-3 നമ്മുടെ തന്നെ കൂടെ പഠിച്ച 2-3 പിള്ളേരുണ്ട്, മോനിഷ, ടോമി, അതുപോലെ ശ്രീലക്ഷ്മി, മറിയ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 പിള്ളേരുണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അവരുടെ ഇടയിൽ കൊടുക്കും, അവർ ബാക്കിയുള്ള ഹോസ്റ്റലിൽ അതുപോലെ അവർ ഓർഡർ എടുത്തും തരും. നമുക്ക് അവിടെയുള്ള പിള്ളേരുടെ എല്ലാം ഓർഡർ എടുത്തു തരും, നമ്മളങ്ങനെ കൊടുക്കും. പിന്നെ അങ്ങനെ നമ്മുടെ കയ്യിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നെ അപ്രോച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനങ്ങളെല്ലാം കിട്ടും എന്ന് പറഞ്ഞ് നമുക്ക് അത്യാവശ്യം ഹോസ്റ്റലിൽ നിന്ന് മൊത്തം ഇങ്ങനെ ഓർഡറുകൾ വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ട്രസ്റ്റിൽ നമ്മൾ പറഞ്ഞ ടൈമിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മാംഗ്ലൂരിൽ നമ്മൾ സപ്ലയറുടെ അടുത്താണെങ്കിലും നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് എല്ലാം പേയ്മെന്റ് കറക്റ്റായി കൊടുക്കും. അവർക്കും ഒരു ബുദ്ധിമുട്ടില്ല, വിശ്വാസത്തിന്റെ പേരിലാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എല്ലാം ആ ഒരു സൈക്കിൾ ബിൽഡായത്. പിന്നെ അത് കുറച്ചിങ്ങനെ മൂവായി. പിന്നെ അതിനുശേഷം നമ്മൾ ഓൺലൈനിൽ കൂടെ ചെറിയ രീതിയിൽ ഈ മാസ്റ്റർ ക്വാളിറ്റി ഷൂസ് അറിയാലോ, ഗാഡ്ജറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈനിൽ ചെറിയൊരു ഗ്രൂപ്പെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അതിലിങ്ങനെ പോസ്റ്റ് ചെയ്ത് നമ്മൾ പിന്നെ നമ്മളെ ബാക്കിയുള്ള നെറ്റ്വർക്ക്സ് ഓൾറെഡി കോളേജിൽ വീട്ടിൻ്റെ അടുത്ത് പിള്ളേർ പാലക്കാടിലുള്ള ആൾക്കാർ, അതുപോലെ മുന്നേ ഡിഗ്രി പഠിച്ച ആൾക്കാരെല്ലാം അങ്ങനെയുള്ള മാസ്റ്റർ ക്വാളിറ്റി ഐറ്റംസ് എല്ലാം നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് സെയിൽ ചെയ്യപ്പോൾ അവർക്കെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അത്യാവശ്യം കൊറിയറിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് വന്നു. എല്ലാ DTDC, പ്രൊഫഷണൽ, ട്രാക്കോൺ, ശ്രീമാരുതി അങ്ങനെയുള്ള കൊറിയറിനെ കുറിച്ച് എത്ര ദിവസത്തിൽ ഡെലിവറി ആവും, എത്ര ദിവസം എവിടത്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എവിടുത്തെ വിളിച്ച് എവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഡെലിവറി എത്തിക്കും, അതിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ഐഡിയ കിട്ടി. അത് ഞാൻ പറഞ്ഞല്ലോ 2 വർഷം നമ്മൾ കോളേജ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നമ്മുടെ കോളേജിൽ നമുക്കൊരു നല്ല നെറ്റ്വർക്കായി. സ്റ്റുഡൻസിൻ്റെ ഇടയിലും സ്പോർട്സ് എന്താ പറയുക, അവിടുത്തെ ഒരു സ്പോർട്സ് നെറ്റ്വർക്കിൽ നമുക്ക് നല്ല രീതിയിലൊരു നെറ്റ്വർക്കായി. അപ്പം നമുക്ക് അവിടെ വിട്ടിട്ട് വരാൻ കോളേജ് കഴിയുമ്പോൾ ഒരു താല്പര്യമില്ല. ആ നെറ്റ്വർക്ക് വെറുതെ കളഞ്ഞിട്ട് വരാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കഴിയുന്നതിന് 1 മാസം മുന്നേ, കോളേജ് കഴിയുന്നതിന് എക്സാം എല്ലാം നടക്കുന്നതിന് 1 മാസം മുന്നേ ഓക്കെ ഞാൻ വീട്ടിലെല്ലാം സംസാരിച്ചിട്ട് ഇവിടെ നമ്മളൊരു ഷോപ്പ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഷോപ്പെല്ലാം നോക്കി. അവിടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ തന്നെ അവിടെ ഇതുമുണ്ട്, അതായത് ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കറിയുന്ന സീനിയേഴ്സ് ഉണ്ട്, അവർ വീടെടുത്ത് ഫ്ലാറ്റ് എടുത്തിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാനും പോയി സംസാരിച്ചെല്ലാം സെറ്റ് ചെയ്ത് ഷോപ്പും സെറ്റ് ചെയ്ത് നമ്മൾ അഡ്വാൻസ് എല്ലാം കൊടുത്ത് കോളേജ് കഴിയുമ്പോഴേക്കും ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായി. കോളേജ് കഴിഞ്ഞ് ഒരു 1 മന്തിനുള്ളിൽ അവിടുത്തെ ഷോപ്പ് മൂഡിബിദ്രി നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. പാർട്ട്നേഴ്സ് അങ്ങനെ ഇല്ല, പക്ഷെ നമ്മളൊരു ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഡിഗ്രി കോളേജിൽ പഠിച്ചൊരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ നമ്മളെ കൂടെ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്, എംപ്ലോയീസ് അങ്ങനെയൊന്നും ഇല്ല. അത് നമ്മൾ തുടങ്ങിയത് ബി സ്പോർട്സ് ആക്സസറീസ് എന്നുള്ള ഒരു നെയിമിലാണ്. നമ്മൾ അന്ന് തുടങ്ങുമ്പോഴേ ബോർഡിലുള്ള ഓൾ ഇന്ത്യ ഷിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആൻഡ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ്സ്. എന്നിട്ട് ഓൾ ഓവർ കൊടുക്കുന്നുണ്ടോ? അതായത് നമുക്കറിയാലോ കൊറിയറിനെ സംബന്ധിച്ച് അറിയാം. അപ്പം നമുക്ക് ഓക്കെ നമ്മൾ കോളേജ് കഴിയുന്നതിന് മുന്നേ തന്നെ ചെറിയ രീതിയിൽ നമ്മൾ കോളേജിൽ സ്റ്റോക്ക് ചെയ്തിട്ട് മാനുഫാക്ചറേഴ്സ് ഈ മാംഗ്ലൂരത്ത് വിട്ടിട്ട് അല്ലാണ്ട് നമുക്ക് റെഗുലർ ഓർഡർ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് എത്തിച്ച്, അതായത് ഡീലേഴ്സിൻ്റെ നിന്ന് എത്തിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓക്കെ ആയി, ആ ഒരു കൊറിയറിൽ നിന്നുള്ള ഇത് നമുക്ക് ഓക്കെ ആയി.
ഈ UP ഉത്തർപ്രദേശ് അവിടെയാണല്ലോ ഈ മീരറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെയർ ഹൗസ് എന്ന് പറയുന്നുണ്ടല്ലോ. അതെ. എന്താണ് ആ ഒരു സ്ഥലം മാത്രം ചൂസ് ചെയ്യാൻ കാര്യം? അത് ഒരുപാട് സ്പോർട്സ് മാനുഫാക്ചറിങ് ഇന്ത്യയിലുള്ള തന്നെ ടോപ്പ് സ്പോർട്സ് മാനുഫാക്ചറിങ് എല്ലാം ഉണ്ടാവില്ലേ? അല്ല, അവിടെ മാനുഫാക്ചറേഴ്സ് ആണ്. നമ്മളെന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു മിഡിൽ നമ്മൾ സോഴ്സ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഡീൽ ചെയ്യുന്നത് മൊത്തം സ്കൂളുകൾ, കോളേജുകൾ, അക്കാഡമീസിന് മാത്രമാണ് സപ്ലൈ ചെയ്ത് വരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ മാനുഫാക്ചറേഴ്സിന് ഇപ്പം നമ്മുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് അതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീററ്റിൽ പോയി. മീററ്റിലാണ് ഇന്ത്യയിലുള്ള എല്ലാ ടോപ്പ് ബ്രാൻഡ് മാനുഫാക്ചറേഴ്സും ഉള്ളത്. മീററ്റ്, അതുപോലെ തന്നെ ജലന്ധർ ഉണ്ട്. പിന്നെ അത് നമ്മുടെ അവിടെ നിന്ന് മീററ്റിൽ നിന്ന് ഒരു 6 hours ജേർണിയാണ് ഉള്ളത്. അത് നമുക്ക് 1 night നമുക്ക് ട്രാവൽ ചെയ്ത് അവിടെ എത്താം. അവിടെ നിന്നാണെങ്കിലും നമുക്ക് മാനുഫാക്ചറേഴ്സിനെ കണക്ട് ചെയ്ത് എത്ര ഒരു വലിയ ഓർഡറാണ്, ഇപ്പോൾ ഒരു 10,000 രൂപയുടെ ഓർഡർ ആണെങ്കിലും നമുക്ക് 20 lakhs ഓർഡർ ആണെങ്കിലും നമുക്ക് അതേ ഈസിൽ നമുക്ക് അത്ര ഇപ്പം നമ്മുടെ ഒരു സപ്ലൈ സ്ട്രെങ്ത് അത്രയുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ലോജിസ്റ്റിക്സ് ആണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ലോജിസ്റ്റിക്സ് കമ്പനി സേഫ് എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പാർട്ട്ണർ. സ്കൂൾ കോളേജസിലൊക്കെ ഇങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ എമൗണ്ട് അതനുസരിച്ച് നമ്മള് കുറച്ച് കൊടുക്കാനായിട്ട്, അപ്പൊ ക്വാളിറ്റിയിൽ അപ്പൊ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറുണ്ടോ? ഇല്ല, കാരണം നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ഈ സ്പോർട്സ് ഫീൽഡിലുള്ള ഏകദേശം എല്ലാവർക്കും ഒരു ബ്രാൻഡ് നോളജ് ഉണ്ടോ, ഈ ബ്രാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് ഈ ഒരു ക്വാളിറ്റി കിട്ടും, ഇല്ലെങ്കിൽ ഈ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ അവർക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ ബ്രാൻഡ് മാനുഫാക്ചറേഴ്സായിട്ടും നമ്മൾ ഡയറക്ട്ലി ടൈഡ് അപ്പ് ആണ്. അപ്പോൾ അവർക്ക് ഒരു ബ്രാൻഡ് വെറൈറ്റി കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ബ്രാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ബെസ്റ്റ് പ്രൈസ്, അതാണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്, റിസെന്റ് മാനുഫാക്ചറിങ്. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എല്ലാ ഗുഡ്സും ഇപ്പോൾ നമ്മളിപ്പോൾ ഫെബ്രുവരിയിൽ ഒരു സാധനം നമ്മൾ സപ്ലൈ 2026 ഫെബ്രുവരിയിൽ നമ്മളൊരു ഐറ്റംസ് സപ്ലൈ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു ജാനുവരി മാനുഫാക്ചർഡ് ഇല്ലെങ്കിൽ ഒരു ഡിസംബർ, എപ്പോഴും അടുത്ത് മാനുഫാക്ചർഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് സ്റ്റോക്ക് എന്നുള്ളൊരു സംഭവം കൂടി നമ്മളവിടെ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇന്ത്യയിലുള്ള ഒരു ചെറിയൊരു റൂറൽ ഏരിയ ആണെങ്കിലും നമ്മൾ അവിടേക്ക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് നമ്മൾ സാധാരണ നമ്മൾ 50% അഡ്വാൻസ് 50% ബാലൻസ് ഓൺ ഡെലിവറി ആണ്. ഇപ്പോൾ നമുക്ക് ക്ലയൻസ് എന്തെങ്കിലും പുതിയ ക്ലയൻസ് ആണ്, ഇല്ലെങ്കിൽ നമുക്ക് വിശ്വാസപൂർവമായിട്ടുള്ള ക്ലയൻസ് ആണെങ്കിൽ നമ്മളത് വിട്ടുവീഴ്ച ചെയ്യാനും ഡിസ്കഷൻസിലൂടെ വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ്. സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ടാവും. അതെ, നമുക്ക് സ്ഥിരം അവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് നമ്മുടെ ഒരു എൻഗേജ്മെന്റ് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു ഓർഡർ വരുന്നതിന് മുന്നേ മുതൽ ഇപ്പോൾ ഒരു ഓർഡർ എന്തെങ്കിലും കാരണം കൊണ്ട് പോയാലടക്കം നമുക്കൊരു പ്രശ്നം, നമ്മൾ അവരെ ലോങ് ടേം ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇപ്രാവശ്യം ഓക്കെ പോയി അടുത്ത പ്രാവശ്യം നമ്മുടെ കയ്യിലേക്ക് വരണം, അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ വളരെ മാന്യമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറി അപ്ഡേറ്റ്സ് ആണെങ്കിലും നമുക്കിപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ ഡെലിവറി അപ്ഡേറ്റ്സ് കൊടുക്കും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നോളജ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. നമുക്ക് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്കൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇത് വെച്ച് നമുക്ക് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി അപ്ഡേറ്റ്സ് കൊടുക്കാൻ പറ്റും. പിന്നെ എൻഗേജ്മെന്റ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ 100% നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ രണ്ടുപേരുടെ അവരുടെ കുഴപ്പം കൊണ്ടുമല്ല നമ്മുടെ കുഴപ്പം കൊണ്ടുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചില സമയത്ത് ഫസ്റ്റ് ഹാൻഡ് എടുത്ത് നമുക്ക് അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കാരണം നമ്മൾ 1 time ബിസിനസ് അല്ല നോക്കുന്നത്, നമ്മൾ ലോങ് ടേം ബിസിനസ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു ട്രസ്റ്റഡ് സപ്ലർ ആയിട്ട് അവരുടെ മൈൻഡിൽ ഉണ്ടാവണമെന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ കറന്റ് ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് സപ്ലൈ ചെയ്യുന്നത്? ഡിസ്ട്രിക്റ്റ് അല്ല, നമ്മൾ സ്റ്റേറ്റില് നമ്മൾ കർണാടക, തമിഴ്നാട്, കേരള ആണ് നമുക്ക് മേജറായിട്ട് ഓർഡർ വരുന്നത്. അതിൽ കർണാടക, കേരള നമുക്ക് അത്യാവശ്യം എല്ലാ ഡിസ്ട്രിക്റ്റും കർണാടകയിലുള്ള ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. തമിഴ്നാടും ഇപ്പോൾ നമുക്കൊന്ന് വൈഡായിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ തെലങ്കാന, മഹാരാഷ്ട്ര, അതുപോലെ രാജസ്ഥാൻ, ഈ അടുത്ത് രാജസ്ഥാനിലെ ഒരു വലിയ ഓർഡർ ഉണ്ടായിരുന്നു, അത് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മെയിനായിട്ട് കർണാടക, കേരള, തമിഴ്നാട്. ഈ പാലക്കാടാണ് ഇതിന്റെ ഓഫീസ്. അവിടെ ഓഫീസ് കിട്ടിയ പിന്നെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് കിട്ടിയത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീററ്റിലുള്ള വെയർ ഹൗസ് ആണ്. അവിടെ മെയിനായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിങ് ആൻഡ് ഡിസ്പാച്ചിങ്, പാക്കിംഗ്, ലേബലിംഗ്, അങ്ങനത്തെ സംഭവങ്ങളാണ്. പാലക്കാടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടുത്താണ് ഒരു 6 months അകമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി നമുക്കൊരു സപ്ലൈ സ്ട്രെങ്ത് ആയി. ഇനി നമുക്ക് അടുത്ത് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടത് ഒരു ഓപ്പറേഷണൽ ലെവൽ എഫിഷ്യൻസി, മാർക്കറ്റിംഗ് ലെവൽ എഫിഷ്യൻസി ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷണൽ ഓഫീസ്
പാലക്കാട് സ്റ്റാർട്ട് ചെയ്ത് ഒരു സൗത്ത് ഇന്ത്യൻ പ്രസൻസ് കാണിക്കാൻ കൂടി. ചില സമയത്ത് പുതിയ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ മീററ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു സൗത്ത് ഇന്ത്യയിലുള്ള ക്ലയൻസിനാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് ഫീൽ ചെയ്തുകൊണ്ട് ചില സമയത്ത് നമുക്ക് ഓർഡർ മിസ്സാവാനുള്ള ചാൻസുകളും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫെമിലിയാരിറ്റി, അതാണ് ഉദ്ദേശിച്ചത്. ബാംഗ്ലൂർ ഇപ്പോൾ ഒരു ഷോപ്പ് ഇട്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു ഒരു 1 year എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഷോപ്പ് ഇട്ടതിന് ശേഷം? അതെ, നമ്മൾ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ട് നമ്മൾ ഷോപ്പ് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ആദ്യം നമ്മളൊരു ഹോസ്റ്റൽ, നമ്മൾ ലോക്കൽ കസ്റ്റമേഴ്സിനെ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലയൻസ് കസ്റ്റമേഴ്സ് ഞാൻ അപ്പോഴും ഫോക്കസ് ചെയ്ത് നമ്മുടെ കോളേജിൻ്റെ ഉള്ളിലുള്ള സ്പോർട്സ് സ്റ്റുഡൻസിനെ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു 2-3 മാസം നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കൊക്കെ എന്താണ് ഇവിടേക്ക് വന്നത് തെറ്റായി പോയോ, റെഗുലറായിട്ട് ഒരു നോർമൽ ഷോപ്പ് പോലെ ആയി എന്നുള്ളൊരു ഫീലൊക്കെ കുറച്ച് ഒന്ന് രാത്രിയൊക്കെ ഒന്ന് ഈ ബാഡ് അടിച്ചിട്ടുള്ള സമയമുണ്ട്. അതിനുശേഷമാണ് നമുക്കിങ്ങനെ ഈ സ്കൂളുടെ എൻക്വയറീസ് വരാൻ തുടങ്ങി. സ്കൂളുകൾ ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരായിട്ട് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഷോപ്പ് തുടങ്ങുന്നതിന് മുന്നേ പിന്നെ ഒരു ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഡൽഹി, മീററ്റ്, അതുപോലെ ജലന്ധർ, ഇവിടെ എല്ലാം നമ്മളൊരു ടൂർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഒരു കണക്ഷൻസ് ഓൾറെഡി ആ സമയത്ത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എൻക്വയറീസ് വരുന്ന സമയത്ത് നമ്മൾ ആ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ പഠിച്ച് ഇവരുടെ അടുത്ത് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മൾ അവർക്ക് ചെറിയ കൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കൊട്ടേഷൻ, ഇൻവോയ്സിങ്, അതിൻ്റെ എല്ലാം GST രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ സമയത്ത് ഇങ്ങനെ ചെറുതായി പഠിച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കൊട്ടേഷൻ കൊടുത്തു. ഓർഡർ നമ്മുടെ പ്രൈസിങ് ഓക്കെ ആയതുകൊണ്ട് നമുക്ക് കൺഫേം ആയി. അപ്പോൾ 2-3 ഓർഡർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് പ്രൈസിങ്ങിൽ നമ്മൾ ഇവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാലും വളരെ ചെറിയ തുച്ഛമായ ലാഭമാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എഫിഷ്യൻ്റായി ചെയ്തു, എഫേർട്ട് കുറച്ചിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഹയർ പ്രോഫിറ്റ് മാർജിൻ കിട്ടും. അപ്പോൾ നമുക്കൊരു 4-5 months ആകുമ്പോഴേക്കും ഒരു ക്ലാരിറ്റി കിട്ടി. നമ്മൾ ഇതുവരെ മാത്രം ഫോക്കസ് ചെയ്ത് പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ഷൻസ് നടത്തി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരുടെ സ്കൂളുകളിലത്തെ എല്ലാ ഡാറ്റ കളക്ഷൻസ് നടത്തി ഇവരൊക്കെ ഇരുന്ന് വിളിക്കാൻ തുടങ്ങി. ഉച്ചയായി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു 10 കോളെങ്കിലും വിളിക്കും. ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോപ്പിൽ വന്നിരുന്ന് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങും. വിളിച്ച് നമ്മൾ എന്നിട്ട് എൻക്വയറീസ് വരാൻ തുടങ്ങി. പ്രോഡക്റ്റ്സ്, പുതിയ കബഡി മാറ്റ്സ്, അങ്ങനെയുള്ള മെഷീൻസ്, ബാസ്കറ്റ് ബോൾ, വലിയ ഐറ്റംസിനെ കുറിച്ചൊക്കെ പഠിച്ച് അങ്ങനെയുള്ള ഓർഡേഴ്സ് നമ്മൾ എടുത്ത് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെയുള്ള ഓർഡർ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലം മീററ്റിലാണ്. അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓർഡർ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓർഡർ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഗ്യാദർ ചെയ്ത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡിലാണ് മീററ്റ് എന്നുള്ളൊരു ആശയം വരുന്നത്. പിന്നെ നമ്മളൊരു 2022 November 11 നമ്മൾ മൂടുബിദ്രിയിലുള്ള ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2023 നമ്മളൊരു നവംബർ ആകുമ്പോഴേക്കും തന്നെ മീററ്റ് എല്ലാം റെഡിയായി. നമ്മൾ അവിടുത്തെ ഷോപ്പെല്ലാം ക്ലിയറൻസ് സെയിൽ കാര്യങ്ങളെല്ലാം ഇട്ട് ഷോപ്പ് മൊത്തം കാലിയാക്കി. വീടുത്തെ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലും കുറേ നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജ്, അതുപോലെ ബെഡ് കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചെറിയ വിലയ്ക്ക് എടുത്താണ് ഇതെല്ലാം. അതെല്ലാം നമ്മൾ OLXലും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് ആ സാധനങ്ങളെല്ലാം വിറ്റ് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് മീററ്റിലേക്ക് അയച്ചു. മീററ്റിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഡിസംബറിലാണ് നമ്മൾ അവിടെ മീററ്റിൽ എത്തിയത്. അതിന് മുന്നേ തന്നെ നവംബറായിട്ട് നമ്മൾ അവിടെ എത്തി. ഞാൻ അവിടേക്ക് പോയി വീട് കാര്യങ്ങളെല്ലാം കുറേ 2 ദിവസം അലഞ്ഞ് തിരിഞ്ഞ കാര്യങ്ങളെല്ലാം. ആ സമയത്ത് ഇംഗ്ലീഷ് നമുക്ക് നന്നായിട്ട് അറിയാം. കന്നഡയും പഠിച്ചു. കന്നഡ നമ്മൾ ഈ മംഗലാപുരത്തുള്ള സമയത്ത് കന്നഡ അത്യാവശ്യം നന്നായി പഠിച്ചു. നമ്മൾ കർണാടക കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തുകൊണ്ട് കന്നഡ നന്നായി പഠിച്ചു. അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് പിന്നെ അതുപോലെ ഫ്ലുവൻ്റ് ആണ്. ബേസിക് ഹിന്ദി അറിയാം. മീററ്റിൽ പോയി മീററ്റിലുള്ള വീട് സെർച്ച് ചെയ്യാൻ നോക്കി. അങ്ങനെ വീടും ഒരു ഓഫീസ് സ്പേസും ആയിട്ടുള്ളൊരു വീട് നമ്മൾ എടുത്തു, കുറേ തേടിയിട്ട്. എന്നിട്ട് അവർക്കൊരു എമൗണ്ട് അഡ്വാൻസ് എല്ലാം കൊടുത്ത് നമ്മൾ December 5, 2023 മീററ്റിലെത്തി. അവിടുത്തെ വീടൊക്കെ നമുക്ക് പിന്നെ മംഗലാപുരത്ത് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെയാണ് വീടിന് വേണ്ടി, നമുക്ക് ഫുഡ് എന്തൊക്കെ കഴിക്കുന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഫുഡ് നമ്മൾ ഇവിടുത്തെ ഫുഡ് തന്നെ അവിടെ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല. എനിക്ക് അവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമല്ല. നമ്മളപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക ചെയ്യാറുള്ളത്. അതിനുശേഷം അവിടെ അത്യാവശ്യം ലോക്കൽ നെറ്റ്വർക്ക് കാര്യങ്ങൾ, നമ്മൾ ഫുട്ബോൾ ടീമിൽ കയറി. നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കളിക്കാൻ പോകും. ഫുട്ബോൾ ടീമിൽ കയറിയോണ്ട് നമുക്കൊരു നമ്മുടെ ആൾക്കാർ എന്നുള്ള രീതിയിൽ കുറച്ചൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു കമ്മ്യൂണിറ്റി അവിടെ കിട്ടി. ഫുട്ബോൾ കമ്മ്യൂണിറ്റി കിട്ടി.
അതിനുശേഷം നമുക്ക് ഓർഡറുകൾ പക്ഷെ കുറവായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ചത്ര കൂടുതൽ വന്നില്ല. പിന്നെ നമ്മൾ ടെലിമാർക്കറ്റിംഗ് കുറച്ച് സ്ട്രോങ് ആക്കി, സോഷ്യൽ മീഡിയയിലുള്ള പ്രൊമോഷൻസ് കുറച്ച് സ്ട്രോങ് ആക്കി, GST രജിസ്ട്രേഷൻ എല്ലാം അവിടുത്തെ എടുത്തു. പിന്നെ അതൊരു നമുക്കൊരു ഏപ്രിൽ മാർച്ച് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് വന്നു. കാരണം സമ്മർ സീസൺ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന സെയിൽസ് കാര്യങ്ങളെല്ലാം വന്നു. അതിനുശേഷം മെയ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, സ്കൂളെല്ലാം ഓഫാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് ഐഡിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റാൻ, ഒറ്റയ്ക്ക് ആവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ, അതിൻ്റെ ഒരു ഇത് വന്നു. പിന്നെ ശരി, എൻ്റെ വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞു കുറച്ച് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ കുറച്ച് മൈൻഡ് എനർജി ലെവലൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. നമ്മൾ അങ്ങനെ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, എനർജി ഡൗൺ എന്ന് നമ്മൾ പറയാം, ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഓക്കെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം എന്നുള്ള ഒരു മൈൻഡും കൂടി ഉണ്ടായിരുന്നു. ഡിക്കറ്റ്ലോണിൽ പാർട്ട് ടൈം ആയിട്ട് ഒരു 8 months കയറി. ഡെക്കാത്ലോൺ ഇന്ത്യ, ഡെക്കാത്ലോണിൽ നമ്മൾ അവിടുത്തെ ഒരു പാർട്ട് ടൈം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണോ പാർട്ട് ടൈം ആയിട്ട് മാർക്കറ്റിംഗ് പഠിക്കാന്നുള്ള ഒരു ഇത് കൊണ്ടാണ്? അല്ല, നമ്മളൊരു കോർപ്പറേറ്റ് ലെവൽ എക്സ്പീരിയൻസ്, ഓപ്പറേഷണൽ ലെവൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ബിൽഡിങ്, റിലേഷൻഷിപ്പ് ബിൽഡിങ്, എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ അതിനുശേഷം അവിടെ ഒരു 8 മാസം വർക്ക് ചെയ്തു. 8 മാസത്തിൽ ഇത് രണ്ടും കൂടി നന്നായി മാനേജ് ചെയ്ത് പോയി. നമ്മൾ രാവിലെ നേരത്തെ 4 മണിക്കൊക്കെ അടിക്കും ഇതിൻ്റെ വർക്ക് ചെയ്യാൻ. കാരണം ഇവിടെ മീററ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് വിൻ്റർ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റഷാണ്. തണുപ്പ് കൂടുന്നതിന് അവിടെ വിൻ്റർ കളക്ഷൻസ് ഡിക്കറ്റിലോണ്ട് അടിപൊളിയാണ്, നല്ല കളക്ഷൻസാണ്. അപ്പോൾ നമുക്ക് നല്ല റഷാണ് സ്റ്റോറിൽ, നമുക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റില്ല, ഒരു ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ ഇരുന്ന് ഓർഡർ കാര്യങ്ങൾ, കൊട്ടേഷൻ കാര്യങ്ങൾ, കസ്റ്റമേഴ്സിനുള്ള എൻക്വയറീസ് കാര്യങ്ങൾ ഒരു 12-1 മണിക്ക് ഉച്ചയ്ക്കുള്ളിൽ എനിക്ക് ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റ് ആയിരിക്കും, 1 to 9 ആയിരിക്കും. അപ്പോൾ അതിനുള്ളിൽ ഇതെല്ലാം തീർത്ത് നമ്മൾ ഡിസ്പാച്ച് ചെയ്യാനുള്ള പിള്ളേരെല്ലാം സെറ്റ് ചെയ്ത്, നമ്മൾ അവിടുത്തെ ഫുട്ബോൾ ടീമിൽ നമ്മൾ പരിചയപ്പെട്ട പിള്ളേർ തന്നെയാണ് നമ്മളെ ഡിസ്പാച്ച് ചെയ്യാൻ സഹായിക്കുന്നതും കാര്യങ്ങളും, പാക്ക് ചെയ്യാൻ സോഴ്സിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ ഉച്ചയ്ക്ക് തന്നെ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. അവർക്ക് അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കാര്യങ്ങളെല്ലാം കൊടുക്കും. അങ്ങനെ അത് ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ വെയിറ്റ് ഒക്കെ നന്നായി കുറഞ്ഞു. ടെൻഷൻ അല്ല, നമ്മള് ഫുൾ ടൈം നടത്തും, സ്റ്റോറിന്റെ ഉള്ളിൽ നടത്തും, ഒരു ഭയങ്കര ആ സമയത്ത് വെയിറ്റ് ഒക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളൊരു ജാനുവരി 2024 ആയപ്പോൾ ഓക്കെ നമുക്ക് ടൈമായി, ഇനി ഒരു സൗത്ത് ഇന്ത്യൻ പ്രസൻസ് കൂട്ടണം എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ അവിടുന്ന് ഡിക്കറ്റ്ലോണിൽ റിസൈൻ ചെയ്തു. പാലക്കാട് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഓഫീസിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ജൂൺ ആയപ്പോൾ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത്, ഹയറിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പാലക്കാട് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഒരു ജേണി എന്ന് പറയും ഇപ്പോഴത്തെ ഒരു ഇത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൺ ദി വേ നമ്മൾ ഒരുപാട് ലേൺ ചെയ്തിട്ടുണ്ട്, ക്ലാരിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചത് കുറേ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുന്ന സമയത്ത് നമ്മൾ വേറെ ആയിട്ട് പോയിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത എന്തെന്ന് ക്ലാരിറ്റി കിട്ടുന്നത്. ഞാൻ എല്ലായിടത്തും പറയാം, എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ വെറുതെ തിയറി ആയിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അവരുടെ ഒരു സംഭവം, നമുക്ക് എന്താണോ താല്പര്യം അതിൻ്റെ ഉള്ളിൽ പോയി അവരുടെ അപ്പോഴത്തെ ഐഡിയ കൊണ്ട് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അത് അവരുടെ ഒരു ഇതും കൂടി ബാക്കപ്പും കൂടി നോക്കിയിട്ട് വേണം കേട്ടോ. വെറുതെ പോയി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ കപ്പാസിറ്റിയിലുള്ള സാധനങ്ങളിൽ ചെയ്യുക, പഠിക്കുക, അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തി അടുത്ത കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അതാണ്. നമ്മുടെ ഈ പാരന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ സ്പോർട്സിന് അധികം പേര് അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തൊരു കാറ്റഗറി ആണ്. ഇന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ കൂടി കുറവാണ്. അപ്പൊ ഈ ഒരു ബിസിനസ് തെരഞ്ഞെടുക്കണം പറഞ്ഞപ്പോ ഫാമിലി സപ്പോർട്ട് ചെയ്തായിരുന്നു? ഫാമിലി എന്ന് പറയുന്നത് എന്റെ അച്ഛൻ എപ്പോഴും സപ്പോർട്ടീവാണ്. അതായത് ഞാൻ എന്ത് പറഞ്ഞാലും സ്പോർട്സ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സ്കൂളിങ് എനിക്ക് ഈ സ്കൂളിൽ വേണം പറഞ്ഞു, ആ സ്കൂളിൽ, കോളേജ് ആ സ്കൂളിലാണെന്ന് പറഞ്ഞു, ഓക്കെ പൊക്കോ, പ്രശ്നമില്ല. വീട്ടിലാണെങ്കിൽ അച്ഛൻ എന്ത് പറഞ്ഞാലും അമ്മ ഓക്കെയാണ്. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ മംഗലാപുരത്തേക്ക് പോകണം പറഞ്ഞു, ഓക്കെ ഷോപ്പ് തുടങ്ങണം എന്ന് പറഞ്ഞു. കാരണം അവർക്കും നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, നമ്മളൊരു കറക്റ്റ് റൂട്ടിൽ കൂടെയാണ് പോകണമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഏകദേശം ഇപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം എന്ന് പറയുന്ന സ്പോർട്ടിൽ എനിക്ക് ആദ്യം ക്രിക്കറ്റ് ആയിരുന്നു ഇഷ്ടം. നമ്മൾ ക്രിക്കറ്റിൽ 2011 വേൾഡ് കപ്പിന് കണ്ട ശേഷമാണ് നമ്മൾ സ്പോർട്സിലേക്ക് വരുന്നത്. 2011 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ അടിച്ചല്ലോ, അതിനുശേഷമാണ് നമ്മൾ സ്പോർട്സിലേക്ക് വരുന്നത്. ക്രിക്കറ്റ് ആയിരുന്നു ആദ്യം ഇഷ്ടം. പിന്നെ കോളേജിൽ ഒരു ക്രിക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്, നല്ല പാഷനായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പവർ ലിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് താല്പര്യം ഫുട്ബോളാണ്. ഫുട്ബോളിൽ നല്ല രീതിയിൽ അഡിക്റ്റഡ് ആണ്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരുപാട്
എന്നാലും ക്രിക്കറ്റ് ആണ് ഇപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ ഈ ക്രിക്കറ്റ് ഫുട്ബോൾ പോലെ വേറെ ഏത് ഗെയിമാണ് കുറച്ചും കൂടി പ്രാക്ടീസ് കൊടുത്താൽ ഉയർന്നു വരിക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഗെയിം ഉണ്ടോ? ഞാൻ പറയാലോ, അത് നമുക്ക് ഏത് ഗെയിം കാണിച്ചാലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്നു വരാൻ പറ്റും. അതിൻ്റെ കൂടെ ചെറിയ സ്കിൽസും വേണം. പക്ഷേ എന്താണ്, നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ലെവലും കൂടി നോക്കണം. നമ്മളിപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു 10 കമ്പനി ഒരേ സ്ഥലത്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കേണ്ടതിൽ 11ാമത്തെ കമ്പനി ഒന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആർക്കും ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മളൊരു ഇല്ലാത്ത ഫീൽഡിൽ പോയി കുറച്ച്, എൻ്റെ ഒരു അഭിപ്രായം, ഇന്ത്യ പോലുള്ള പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ചും കൂടി വളർന്നു വരുന്ന ഒരു ഫീൽഡിൽ പോയി പ്രാക്ടീസും സ്കില്ലും ഇത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഒരു ടൈം ആകുമ്പോൾ റിസൾട്ട് കിട്ടും. റിസൾട്ട് അല്ല, അത്യാവശ്യം നമുക്ക് മുന്നേറാൻ പറ്റും. അങ്ങനെ. ഓക്കെ, അപ്പൊ ഈ ഡെക്കാത്തലോണിൽ നിന്ന് പറഞ്ഞല്ലോ, ഈ ഡെക്കാത്തലോൺ ഫോളോ ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിംഗ് ഇതുണ്ടല്ലോ, അത് എങ്ങനെയാണ്? ഞാൻ ഡിക്കത്ലോണിൽ അതേപോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്? അങ്ങനെയല്ല, ഡിക്കത്ലോൺ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി അവരുടെ ബ്രാൻഡ്സ് ആണ് അവർ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ കൂടുതൽ റീറ്റെയിലാണ്, അവരുടെ റീറ്റെയിൽ വാക്കിൻ കസ്റ്റമേഴ്സ് ആണ് അവരുടെ ഒരു സെയിൽ എന്ന് പറയുന്നത്. ഞാൻ അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചത് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ ട്രസ്റ്റ് എടുത്തിട്ടാണ് അവർ. ഡിക്കത്ലോണിന്റെ എല്ലാ, അതെ ഡിക്കത്ലോണിന്റെ പ്രൊഡക്ട്സ് അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയാണ്. 2 years വാറണ്ടി ഉള്ള പ്രൊഡക്ട്സ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ്. ഞാൻ എന്നെ ബന്ധിപ്പിച്ച് പറയുന്നത് ഡിക്കത്ലോണിൽ നമ്മളൊരു ഓപ്പറേഷൻസ് ലെവലിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എങ്ങനെയാണ് റിപ്പോർട്ടിംഗ്, P&L, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളൊരു HR ലെവലിൽ എങ്ങനെയാണ് മീറ്റിംഗ്സ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, ഒരു സിസ്റ്റം എങ്ങനെയാണ് ഉള്ളിൽ, ചെറിയൊരു ഓഫീസാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, സൈക്കോളജിക്കൽ അപ്രോച്ചും സിസ്റ്റമായിട്ട് എങ്ങനെയാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അത് അവർ പറഞ്ഞതല്ല, നമ്മൾ ഒബ്സർവ് ചെയ്ത് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഗൂഗിളും അതുപോലെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയതാണ്. അതെ. പിന്നെ എന്താണ് ഫ്യൂച്ചർ വിഷൻ ബി സ്പോർട്സ് ഇന്ത്യ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സൗത്ത് ഇന്ത്യസ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോർട്സ് പ്രൊക്യൂർമെന്റ് പാർട്ട്ണറാണ്. അത് ഇതുപോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ അവർക്ക് പലവിധ ബ്രാൻഡുകളിലായിരിക്കും കുറേ ഐറ്റംസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 10 പ്രൊഡക്റ്റ് ഉണ്ടാവും, 10 പ്രൊഡക്റ്റും വേറെ വേറെ ബ്രാൻഡ്സ് ആയിരിക്കും. ഇതെല്ലാം സോഴ്സ് ചെയ്ത് അവർക്ക് ബെസ്റ്റ് പ്രൈസിൽ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് ബി സ്പോർട്സ് ഇന്ത്യ. അതായത് സ്പോർട്സ് എക്യുപ്മെന്റ്സിൽ ബെസ്റ്റാണ് ബി സ്പോർട്സ് ഇന്ത്യ. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു പുതിയ D2C ബ്രാൻഡ്സുകളെല്ലാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻസ് ആയിട്ടുള്ള D2C ബ്രാൻഡ്സിനെല്ലാം നമ്മൾ കൊണ്ടുവരാൻ, അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നെറ്റ്വർക്ക് ഉണ്ട്. പലവിധ നല്ല നല്ല സ്കൂളുകളുടെയും കോളേജുകളുടെയും അക്കാഡമീസിൻ്റെയും മാനേജ്മെൻറ്റ് ലെവലും പ്രിൻസിപ്പൽ ലെവലും ഡിസിഷൻ മേക്കേഴ്സ് ലെവലും ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു D2C ബ്രാൻഡ്സ്, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു റോബോട്ടിക്സ് ലാബ് കമ്പനിയായിട്ട് ഇപ്പോൾ നമ്മളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് അതൊരു മുംബൈ ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് ഒരു കേരള മാർക്കറ്റ് എൻട്രി ആവശ്യമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻസ് ആണ് അവരുടെ ക്ലയൻസ്. അപ്പം നമ്മളാണ് അവരുടെ മാർക്കറ്റിംഗ് പാർട്ട്ണർ. നമ്മൾ സ്കൂളുകളിൽ പോയിട്ട് നമ്മുടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് അവരുടെ കമ്പനിയും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ അതുപോലെ ഇതിപ്പോൾ ഒരു ഒരു ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ടുള്ള ജിം എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറായിട്ടും നമ്മൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്ലേ ഗ്രൗണ്ട് എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ കമ്പനിയായിട്ട് നമ്മൾ ഡിസ്കഷൻ നടന്നു. അവരുടെ എല്ലാം കേരള മാർക്കറ്റിംഗ് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ സഹായിക്കും. അവരൊരു നല്ല ബ്രാൻഡാണ്, ട്രസ്റ്റബിളാണ്. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള D2C ബ്രാൻഡ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻസ് ആയിട്ടുള്ള D2C ബ്രാൻഡ്സിന് നമ്മളെ അപ്രോച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി നിൽക്കുന്ന ആരെങ്കിലും ഇപ്പോൾ കൂടെ ഉണ്ടോ? അച്ഛനാണ് നമ്മളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അച്ഛൻ സപ്പോർട്ടുള്ളതുകൊണ്ട് തന്നെ അമ്മയും സപ്പോർട്ടുള്ളതാണ്. ഫാമിലി മൊത്തം നമുക്ക് സപ്പോർട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളൊരു പുതിയൊരു അതായത് നമ്മുടെ ഒരു മാരേജും കൂടി നമ്മുടെ അത്യാവശ്യം നടക്കാൻ, അതായത് രണ്ടുപേരും വീട്ടിലും കാര്യങ്ങളെല്ലാം സംസാരിച്ച് കമ്മിറ്റഡ് ആണോ? അതെ. ബി സ്പോർട്സ് ഇന്ത്യ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ജേർണി വരെ ഇവിടെ വരെ എത്തി നിൽക്കുന്നു, എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയത്ത് നമ്മൾ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനു മുന്നേ ചെയ്യാത്ത കാര്യങ്ങളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് ചെയ്യേണ്ടതും പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തെ തന്നെ പറയുകയാണെങ്കിൽ, മാംഗ്ലൂരിൽ ഷോപ്പ് ഇടുന്നത് നമുക്ക് പേടി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കി ഇട്ടു. അതുപോലെ മീററ്റിലേക്ക് പോകുന്നതാണെങ്കിലും നമ്മൾ നമുക്കറിയില്ല, ലാംഗ്വേജ് അറിയില്ല, പക്ഷെ നമ്മൾ ഇട്ടു. അതിനുശേഷം പണ്ട് നമ്മൾ
ഫണ്ട് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് ചെറിയ രീതിയിൽ നമുക്ക് മാംഗ്ലൂരിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കൂടെ തന്നെ പിന്നെ ഞാൻ കോളേജ് പഠിച്ചതെല്ലാം നമ്മുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ സെക്കൻഡ് ഇയർ എല്ലാം നമ്മൾ പഠിച്ചത്. പാർട്ട് ടൈം ആയിട്ട് പോയി അല്ല, 2 വർഷത്തെ കോഴ്സിൽ നമുക്ക് അത്യാവശ്യം ആ സമയത്ത് ഇൻകം കിട്ടുന്നുണ്ടായിരുന്നു. ആ, അതുകൊണ്ട് സെക്കൻഡ് ഇയർ നമ്മൾ അത്യാവശ്യം നമ്മുടെ സ്വന്തം ഫണ്ട് കൊണ്ട് തന്നെയാണ് ഫീസ് കാര്യങ്ങളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഓർഡറുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ വരും. അത് പിന്നെയും ബിസിനസ്സിലേക്ക് ഇടും. അങ്ങനെയാണ്. പിന്നെ സ്ട്രഗിൾ എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഞാനൊരു ഇൻസിഡൻറ്റ് വേണമെങ്കിൽ പറയാം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ജേഴ്സി ഓർഡർ തൃശ്ശൂർക്ക് വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു ഓർഡർ, ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറായിരുന്നു. സെപക് താക്രോ ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജേഴ്സി ഓർഡറായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഓർഡറായിരുന്നു. അത് നമ്മൾ ശരിക്കും ഒരു വെള്ളിയാഴ്ച നൈറ്റ് നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്ത് തൃശ്ശൂർ മോർണിംഗ് ട്രെയിനിലാണ് ഇടുന്നത്. തൃശ്ശൂർ മോർണിംഗ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അവർ കളക്ട് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല, ബസ്സിൽ കയറ്റിയിട്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് അവരെടുക്കാന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് KSRTC അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഒരുപാടുണ്ട്. തൃശ്ശൂർ ടു മാംഗ്ലൂരിനുള്ള ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അപ്പൊ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹർത്താലായി, മിന്നൽ ഹർത്താലായി. ബസ്സൊക്കെ KSRTCയുടെ ഒക്കെ കുറെ തല്ലിപ്പൊളിച്ചു എന്നുള്ള എനിക്കിതൊന്നും അറിയുന്നില്ല. ഞാൻ വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ അവിടുത്തെ മാംഗ്ലൂരത്തെ ഒരാൾ, നമ്മളെ ഡിസ്പാച്ച് ചെയ്യുന്ന ഒരാൾ, ഞാൻ ഗ്രൗണ്ടിൽ നിന്നെല്ലാം വന്നിട്ട് 8 മണിക്ക് കഴിക്കുന്നതിന് മുന്നേ എനിക്ക് പിറ്റേ ദിവസം പ്രാക്ടിക്കൽ എക്സാമാണ്. സാറ്റർഡേ മോർണിംഗ് പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്ന് ഞാൻ ഇങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ ഹർത്താൽ, ഞാൻ അറിഞ്ഞിട്ടില്ല ഹർത്താലാണെന്നേ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ മൂടുബിദ്രിയിൽ നിന്നാണെങ്കിൽ 8 മണിക്ക് ശേഷം ബസ്സില്ല, മാംഗ്ലൂർക്ക് ബസ്സില്ല. ഞാനപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഫുഡൊന്നും കഴിക്കാണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എങ്ങനെ ഇറങ്ങി ഓടി നേരെ അവിടുത്തെ നമ്മുടെ ലോക്കൽ ഓട്ടോക്കാരൻ മാംഗ്ലൂരിലാട്ടോ. നമ്മുടെ ജേഴ്സി ഉള്ളത് മംഗലാപുരത്താണ്. ഞാൻ മൂടുബിദ്രിയിലാണ്. ജേഴ്സി നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് മംഗലാപുരത്താണ്. അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഓട്ടോക്കാർ അഷ്റഫ് ഭായ് എന്നാണ് പേര്, ആളെ വിളിച്ചിട്ട് ഓട്ടോയിൽ പോയി. ഓട്ടോയിൽ ഒരു 10,800-1000 രൂപ അടുത്താവും രാത്രി പോവാനൊക്കെ. അത്രയാ 30 കിലോമീറ്റർ പോകാനുണ്ട്. 30 കിലോമീറ്റർ പോയി നമ്മൾ ഓരോ ജേഴ്സി കളക്ട് ചെയ്ത ശേഷം ഓരോ പ്രൈവറ്റ് ബസ്സുകളിലും പോവും. ഇത് കൊണ്ടുപോകാൻ പറ്റും. ഒരു 4-5 പ്രൈവറ്റ് ബസ്സിൻ്റെ ഇതിൽ പോയി, ആരും പോയില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ട്രെയിൻ നോക്കിയപ്പോൾ ട്രെയിൻ ഷൊർണൂർക്കാണുള്ളത്. അപ്പൊ ഷൊർണൂർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയിട്ട് തൃശ്ശൂരിൽ എത്തിക്കാൻ പറ്റില്ല. അപ്പോ ശരി, നാളെ പ്രാക്ടിക്കൽ എക്സാം, നമ്മൾ പറഞ്ഞ വാക്കുണ്ട്. അപ്പോൾ നമ്മൾ ശരി, ഞാൻ പാർസൽ എടുത്തിട്ട് ഞാൻ ഷൊർണൂർക്ക് കയറി. വലിയൊരു ചാക്ക് എടുത്ത് ഷൊർണൂർക്ക് കയറി. ഷൊർണൂർ 5:30 ആകുമ്പോൾ എത്തി. അവിടുന്ന് തൃശ്ശൂർക്ക് വേറെ ട്രെയിനിൽ കയറി. കറക്റ്റ് ഒരു 7:30 ആകുമ്പോൾ നമ്മൾ അവർക്ക് സാധനം കൊടുത്തു. ഞാൻ ഹോസ്റ്റലിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നേരെ പാലക്കാടാണ് എൻ്റെ സ്ഥലം. പാലക്കാടിലേക്ക് പോയി ഫുള്ളായിട്ട് റെസ്റ്റ് എടുത്തു. തിങ്കളാഴ്ച എന്നെ ഫുള്ളായിട്ട് പുറത്ത് നിർത്തി. സ്ട്രഗിൾ അല്ല, ഇപ്പൊ ആരെയും അല്ല, അന്നൊരു ആവേശം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെയും കസ്റ്റമർക്ക് കൊടുക്കണം. അങ്ങനത്തെ ഒരു വൈബായിരുന്നു അന്ന്. മറക്കാനാവാത്തൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അതും വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് പറയാം. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ജവഹർ നവോദയ സ്കൂളുണ്ട് കാസർഗോഡ്. അവർക്ക് ലുധിയാനല്ല, പട്യാലയിൽ വെച്ചിട്ട് ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ജവഹർ നവോദയയിൽ വെച്ചിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അതായത് ഓൾ ജവഹർ നവോദയ സൗത്ത് ടീം അങ്ങനെ ഒന്നാണ്. 80 പിള്ളേരുടെ ഷൂസ് അത് ഇവർക്ക് വേണം. ഇവിടുന്ന് നെക്സ്റ്റ് ഡേ ഒരു 2 ഡേയ്സിൽ അവർ പോവും, ട്രെയിൻ കയറും. അപ്പോൾ അവർക്ക് അതിനുള്ളിൽ ഷൂസ് വേണം. അപ്പോൾ ആരും എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ദിവസം അത് അറിയുന്നത്. ലാസ്റ്റ് ദിവസം പോയി ഞാൻ മംഗലാപുരത്ത് നിന്ന് മൂടുബിദ്രിയിൽ നിന്ന് ബൈക്ക് എടുത്ത് ഓടിച്ച് കാസർഗോഡ് വരെ പോയി. അവരുടെ നിന്ന് സംസാരിച്ച് കാസർഗോഡ് വരെ ബൈക്കിൽ പോയി. ഞാൻ ബൈക്കിലധികം ട്രാവൽ ചെയ്യാത്ത ആളാണ്. കാസർഗോഡ് വരെ പോയി കൊട്ടേഷൻ എല്ലാം കൊടുത്ത് വൈകുന്നേരം വരെ നിന്ന് പിറ്റേ ദിവസമാണ് അവർ അപ്രൂവൽ തന്നത്. അത് അവരുടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ജവഹർ നവോദയ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അറിയാലോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് അവർ അപ്രൂവൽ തന്നത്. നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ മീററ്റിൽ നിന്ന് ജലന്ധറിൽ നിന്ന് വേറൊരാളെ കണക്ട് ചെയ്ത് ലോക്കൽ ട്രാൻസ്പോർട്ടിലിട്ട് ഇവരവിടെ എത്തിക്കുന്ന മുന്നേ ഇവരുടെ ഡോർ സ്റ്റെപ്പിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന പോലൊരു
സൗകര്യം ചെയ്ത് കൊടുത്തു. അന്നെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കൂടി നെറ്റ്വർക്ക് ഇല്ല, ഹിന്ദി ലാംഗ്വേജ് അറിയില്ല. പക്ഷെ നമ്മൾ അതെല്ലാം കുറച്ചിങ്ങനെ സംസാരിച്ച് ഡീൽ ചെയ്ത് ഓട്ടോക്കാരനെ കണക്ട് ചെയ്ത് ഇവരുടെ ഇവർ താമസിക്കുന്ന സ്റ്റേ അടിക്കുന്ന സ്കൂളുകളിൽ പോയി എത്തിക്കാവുന്ന വരെയുള്ള എല്ലാം അങ്ങോട്ടും കൂടി നമ്പറെല്ലാം കളക്ട് ചെയ്ത് എല്ലാം കണക്ട് ചെയ്ത് അങ്ങനെ അവർക്കും അത് പ്രോപ്പറായിട്ട് ഡെലിവറി എത്തിച്ചു കൊടുക്കും. അതിൽ മാക്സിമം 1-2 ഷൂസ് മാത്രം സൈസ് മാറി, ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു. അതിൽ നമുക്ക് അവരുടെ പ്രിൻസിപ്പളുടെ എന്ന് പറഞ്ഞാൽ നല്ല റിവ്യൂ കിട്ടി. കാരണം ബാക്കി ആരും സപ്പോർട്ട് ചെയ്യാൻ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ അവർ ഹെൽപ്പ് ചെയ്തു. അവർ പുഷ്പലത എന്നാണ് അവിടുത്തെ മാഡത്തിൻ്റെ പേര്, ജവഹർ നവോദയ കാസർഗോഡ്, പെരിയ എന്ന ലൊക്കേഷൻ്റെ പേര്. അത് നല്ല ഫീഡ്ബാക്കാണ് നമുക്ക്. പിന്നെ എല്ലാം നല്ല ഫീഡ്ബാക്കാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് എല്ലാം നല്ല ഫീഡ്ബാക്കാണ്. നമുക്കിപ്പോൾ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് അവരായിട്ട് നന്നായി എൻഗേജ് ചെയ്ത് അവർക്ക് സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ബാഡ് റിവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല. എല്ലാതരം എക്യുപ്മെന്റ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്പോർട്സായി അനുബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ അത്ലറ്റിക്സ് ആണെങ്കിലും മാർഷ്യൽ ആർട്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗെയിംസ് ആണെങ്കിലും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും എല്ലാം നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. എല്ലാ ബ്രാൻഡ്സിലും നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡോർ സ്റ്റെപ്പ്, പാൻ ഇന്ത്യ ഡോർ സ്റ്റെപ്പ്. പിന്നെ ഫ്യൂച്ചർ വിഷൻ എന്ന് പറയുന്നത് ഓൾ ഓവർ. ഫ്യൂച്ചർ വിഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ ഇനി കസ്റ്റമർ കൗണ്ട് കൂട്ടുക എന്നുള്ളതാണ്. നമ്മുടെ സിസ്റ്റം എല്ലാം സെറ്റാണ്. ഇനി കസ്റ്റമർ നമുക്ക് എല്ലാ ഭാഗത്തേക്കുള്ളത് നമ്മളറിഞ്ഞ് നമുക്ക് അവരായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം നമുക്ക് തന്നെ ഓർഡർ തരുള്ളൂ. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയൻസ് ആണെങ്കിൽ നമുക്ക് തന്നെ ഓർഡർ തരുള്ളൂ. അതിൽ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഏജ് എത്ര? 26. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു ചെറിയ ടൈം പീരീഡിൽ തന്നെ ഇത്രത്തോളം വളർന്നു നിൽക്കുന്ന താങ്കളെ സമ്മതിക്കണം. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രത്തോളം വളർന്ന് വൈഡായി നിൽക്കുന്ന ഈ ഒരു ബിസിനസ് ഇനിയും മുന്നോട്ട് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സർ.